ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മക്കിത്ത ഡ്രില്ല്, കോഡ്ലെസ് ഡ്രില്ലാണ്. ഇതിൻ്റെ ബാറ്ററി ഫെയിലിയർ ആയി പോയിക്കണം. അപ്പോൾ ബാറ്ററി ഇത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പ്രോബ്ലം ആയി പോയിക്കണം. അപ്പോൾ ഈ ബാറ്ററി എല്ലാവരും കളയലാണ് സാധാരണ പതിവ്. പക്ഷേ ഈ ബാറ്ററി കളയേണ്ട ആവശ്യമില്ല. നമ്മളിത് റിപ്പയർ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഈ ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് ഒരു 4000 രൂപ മുതൽ 6000 രൂപ വരെയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കളഞ്ഞ് പുതിയത് മേടിക്കലാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി നമുക്ക് മേടിക്കാൻ കിട്ടും, റീചാർജബിൾ ബാറ്ററി. അപ്പോൾ അത് മേടിച്ച് ഇതെങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അഴിക്കാൻ പോകുന്ന ബാറ്ററി ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് അഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ വാണിംഗ് പോലെ ഒരു സംഭവം പറഞ്ഞുതരാം. ഇത് ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ലീക്ക് ആവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കത്ത് പിടിക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിവ്, ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള അറിവോ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പണികൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് അഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഗ്യാപ്പ് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കുത്തി പിടിക്കണം. ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളൊരു കത്തി, അതായത് കത്തിക്ക് നല്ല മുന്നേയുള്ളൊരു കത്തി എടുത്തിട്ട് ഈ എഡ്ജിൽ ഇങ്ങനെ കത്തി കയറ്റണം, വിടണണ്ട, ഇങ്ങനെ വിടിക്കുക. അത് വിടാത്ത സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിയൊക്കെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വിടിക്കുക. ഇങ്ങനെ വിടിച്ച് കഴിയുമ്പോൾ വിട്ടുപോരും. ഓക്കെ, വിട്ട് കഴിഞ്ഞതാ നമ്മളിത് ഇങ്ങനെ പതിയെ മുട്ടി ഇതിപ്പോ അഴിഞ്ഞു പോരാണ്. ഇതാണ് കവർ അഴിക്കുന്നത്. ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരില്ല. അപ്പൊ പോരാനായിട്ട് നമ്മൾ ഇവിടെ ഈ ഹോള് കണ്ട, ഈ ഹോളിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് പതിയെ ഒന്നിങ്ങനെ മുട്ടി കൊടുത്താൽ മതി. ഓക്കെ, പോകുന്നുണ്ട്. ഇതാണ് ബാറ്ററി. ഇത് അതിന്റെ കവറുകളാണ്. അപ്പൊ കവറുകൾ എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കാണുന്ന ക്ലിപ്പ് രണ്ടിന്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്ങുകളുണ്ട്, അതൊന്ന് പോകാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഈ കാണുന്ന ബാറ്ററിയാണ് നമുക്ക് മാറ്റാനുള്ളത്. അപ്പൊ നമ്മൾ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബാറ്ററി 10 ബാറ്ററി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ 10 ബാറ്ററി ഉണ്ട് നിലവിൽ. കാരണം 1.2 ആണ് ഇതിന്റെ വോൾട്ട്. 1.2 × 11 എന്ന് പറയുമ്പോൾ 12 വോൾട്ട് വരും. 12 വോൾട്ടാണ് ഈ കാണുന്ന ബാറ്ററി. 2, 4, 6, 8, 10 നമ്മളും 10 മേടിച്ചിട്ടുണ്ട്. ഈ ബാറ്ററി മേടിച്ചെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്നാണ് മേടിച്ചത്. എറണാകുളത്ത് പള്ളിമുക്കിൽ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് പള്ളിമുക്ക് ഇലക്ട്രോണിക്സ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് മേടിച്ചത്. കട വന്നിട്ട് ഈ വീഡിയോ കാണുന്ന കട. അപ്പം ഇതിനകത്ത് ഇനി നമുക്കിത് പഞ്ചിങ് ആണ്. നമുക്ക് ഇതിനകത്ത് ഇതിന് സോൾഡർ ചെയ്യാം. ഈ ബാറ്ററി സോൾഡർ ചെയ്യാവുന്നൊരു മോഡലാണ്. കാരണം വേണമെന്നുണ്ടെങ്കിൽ പഞ്ച് ചെയ്ത് പിടിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ സോൾഡർ ചെയ്താണ് പിടിപ്പിക്കുന്നത്. സോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബാറ്ററിയാണ്. സോൾഡറിങ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് വലുതായി പോകും. അപ്പോൾ അതുകൊണ്ട് സോൾഡറിങ് ഒന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് അത്യാവശ്യം പവറുകളുണ്ട്, എല്ലാം ഉണ്ട്, നല്ല പവറുണ്ട്. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഡ്രില്ലിനെ പറ്റി ഒരു 2 വാക്ക്. കാരണം ഇത് മക്കിത്ര ഡ്രില്ലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മക്കിത്ര നല്ല ക്വാളിറ്റിയുള്ള ഇതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗമാണ് ഇത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ചെറിയ ഡ്രില്ലിങ്, ഹോളടിക്കാനൊക്കെ ചെറുതുകൾ. ഇത് ആകെ ജസ്റ്റ് ഇങ്ങനെ ഈ ഇതുള്ളൂ. പിന്നെ അത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ടോർക്കിംഗ് ഉണ്ട്. നമുക്ക് ടോർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഈ കാണുന്ന ടോർക്കിംഗ് ആണ്. ഇത് നമുക്കിങ്ങനെ ഓരോ സ്ക്രൂവിനനുസരിച്ചും ഈ ടോർക്കിംഗ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, തിരിച്ച്. അപ്പം ആ ടോർക്കിംഗ് എത്തിക്കഴിഞ്ഞാൽ ഇത് നിന്നു കറങ്ങൂല. അപ്പം ആ സ്ക്രൂവിൻ്റെ ത്രെഡുകൾ പോകില്ല. അതാണ് ഈ ടോർക്കിങ്ങിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് 2 മോഡ് ഇതിനുണ്ട്. ഒന്ന് സ്ലോവും ഒന്ന് ഫാസ്റ്റും. അങ്ങനെ 2 മോഡിൽ ഇത് വർക്ക് ചെയ്യാം.
പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പോകും, കോമൺ ആണ്, അത് സംഭവം അറിയാവുന്നതാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബട്ടൺ ഉണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ പുതിയ ഇട്ടേക്കണ ബാറ്ററി അനുസരിച്ച് ഇതിന് ബാക്കപ്പ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഏതാണ്ട് 2 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് ഒരു 2.5 മണിക്കൂറൊക്കെ ത്രൂ ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയ ബാറ്ററി ഇട്ടിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്കൊന്ന് അടിച്ചു നോക്കാം. അടിച്ചു നോക്കിയിട്ട് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ വരും വരെ നമുക്ക് വീണ്ടും കാണാം. ബൈ.